ഇന്നത്തെ നമ്മുടെ റെസിപ്പി വട്ടയപ്പാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും ഇതുപോലെ ഒന്ന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണേ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്തിടേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് അരി കുതിർത്തിട്ടതാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ഒരു 4, 5, 6 മണിക്കൂർ ഇങ്ങനെ കുതിർത്തിട്ടാലും മതി. ഒരു 4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ കുതിർത്തിട്ട് അരി നന്നായിട്ട് കഴുകി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ അരി അളന്നെടുത്തത് സാധാ നമ്മുടെ വീട്ടിലുള്ള ഈ ഗ്ലാസ്സില്ലേ, അതിന് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തേങ്ങൻ്റെ ഒരു 1/4 ഭാഗം തേങ്ങ നമ്മൾ ചെറുകിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ല സോഫ്റ്റായി കിട്ടും. തേങ്ങ കുറഞ്ഞു പോയാൽ സോഫ്റ്റൊക്കെ ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും തന്നെ തേങ്ങ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ചോറാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ചോറ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 10 ടീസ്പൂൺ പഞ്ചസാര ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം പാകമാക്കാൻ വേണ്ടി പിന്നെ വേണമെങ്കിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒന്ന് മധുരം നോക്കിയിട്ട് 10 ടീസ്പൂൺ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂണ് മറ്റേ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ് മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വെള്ളം കൂടെ വെച്ച് കൊടുക്കുകയാണ്. 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഇതിന് റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. വെള്ളപ്പത്തിന് അരയ്ക്കുന്ന പോലെ നന്നായിട്ട് പേസ്റ്റായി അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ വെള്ളപ്പത്തിൻ്റെ അത്ര ലൂസ് വേണ്ട, എന്നാൽ ഇഡ്ഡലിൻ്റെ ആ ടൈറ്റില്ലേ അത്ര ടൈറ്റും വേണ്ട, അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു ലൂസിലാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും, അത്ര മാത്രം മതി കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു ലൂസിൽ ഇങ്ങനെ കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 6 മണിക്കൂർ ശേഷം തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നതിൻ്റെ ലക്ഷണമായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത്. ഇതാ വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ അതാ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുണ്ടുള്ള വക്കൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് നമ്മൾക്ക് എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി. നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ഓട്ടച്ചമ്പ് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ മുകളിൽ പൊന്തി കിടക്കുന്ന എന്തെങ്കിലും ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാലും മതി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ അതിൻ്റെ മുകളിലൊരു നെയ്യ് വെച്ചിട്ടുള്ള പ്ലേറ്റില്ലേ, അത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് മാവ്. അപ്പോൾ അതൊരു 1/4 ഭാഗം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 2 വട്ടയപ്പത്തിനുള്ള മാവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് മൂടി തുറന്ന് നോക്കാതെ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ 20 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നപ്പോൾ വട്ടയപ്പം നന്നായിട്ട് പൊന്തി നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ കോല് വെച്ചോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ വെച്ചോ അങ്ങനെ സ്പൂണോ കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇത് റെഡിയാണ് കേട്ടോ. അതെന്തായാലും 20 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് വിട്ട് കിട്ടാനും ചൂടാറാനും വേണ്ടി നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് വിട്ട് എടുക്കാവുന്നതാണ്. കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ടു പോരും. അപ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി ഇല്ലേ, അതിങ്ങനെ മുകളിൽ നമ്മൾ അടുപ്പിൽ വെക്കൂലേ, നമ്മൾ
ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കുമ്പോൾ തന്നെ നമുക്കതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് 2 വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു 2 ഗ്ലാസ് അരിക്ക് ഇത് 2 വട്ടയപ്പത്തിന് റെഡിയാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.